എല്ലാവർക്കും നമസ്കാരം. iPlus ട്രെയിനിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരള PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. That is, cast iron cannot be forged because it has the property of. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. Cast iron cannot be forged because it has the property of. നമുക്കറിയാം കാസ്റ്റ് അയൺ നമ്മൾ ഫോർജ് ചെയ്യാറില്ല അല്ലേ? കാസ്റ്റ് അയൺ നമ്മൾ ഫോർജ് ചെയ്യാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കാസ്റ്റ് അയൺ നമ്മൾ ഫോർജ് ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനെന്തോ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ? എന്താണ് ആ പ്രോപ്പർട്ടി? അപ്പോൾ ഓപ്ഷനിലേക്ക് പോകും. സ്റ്റിഫ്നെസ്, ഓപ്ഷൻ ബി ടഫ്നെസ്, ഓപ്ഷൻ സി ബ്രിട്ടിൽനെസ്, ഓപ്ഷൻ ഡി സോഫ്റ്റ്നെസ്. അപ്പോൾ ഇവിടെ ഈ കാസ്റ്റ് അയണിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും ഓർത്തിരിക്കുക. കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. ദാറ്റ് മീൻസ് നമ്മൾ അതിനകത്തേക്ക് എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഒരു ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് ഡിഫോം ചെയ്യില്ല, അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് പോകും. സോ അത് ആ ഒരു പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. കാസ്റ്റ് അയൺ നമ്മൾ വെറുതെ എടുത്ത് തറയിലേക്ക് ഇട്ടു, അത് പൊട്ടിപ്പോവും അല്ലേ? അപ്പോൾ ആ ഒരു ബ്രിട്ടിൽനെസ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ടാണ് എന്ത് കാസ്റ്റ് അയൺ നമ്മൾ ഫോർജ് ചെയ്യാറില്ല. ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താ? ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഹാമർ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യാണ് അല്ലേ? ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? കാസ്റ്റ് അയൺ പൊട്ടിപ്പോവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കാസ്റ്റ് അയൺ നമുക്ക് ഫോർജ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതുതന്നെയാണ് ഇവിടെ ആ ഒരു ചോദ്യത്തിനകത്തുള്ളത്. ദാറ്റ് ഈസ് കാസ്റ്റ് അയൺ കനോട്ട് ബി ഫോർജ് ബിക്കോസ് ഇറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഓഫ്, ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത്? ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം, ബ്രിട്ടിൽനെസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. The position in which the easiest to weld, the position in which easiest to weld. നമുക്കൊരു വെൽഡിങ് പൊസിഷൻസ് നമുക്ക് 4 പൊസിഷൻസ് ഉണ്ട് അല്ലേ? 4 പൊസിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫ്ലാറ്റ് പൊസിഷൻ ഉണ്ട്, ഓക്കെ, ഹൊറിസോണ്ടൽ പൊസിഷൻ ഉണ്ട്, ദെൻ നമുക്കറിയാം വെർട്ടിക്കൽ പൊസിഷൻ ഉണ്ട്, ദെൻ അതിനുശേഷം ദെൻ ലാസ്റ്റ് പൊസിഷനാണ് ദ ഓവർ ഹെഡ് പൊസിഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള 4 പൊസിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് പൊസിഷനാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് പൊസിഷനാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓവർ ഹെഡ് പൊസിഷൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ഫ്ലാറ്റ് പൊസിഷൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി വെർട്ടിക്കൽ, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ 4 പൊസിഷൻ തന്നിട്ടുണ്ട് ഓപ്ഷനിൽ. നമുക്കിപ്പോൾ അതിനകത്ത് അറിയേണ്ടത് ഏതാണ്? ഇത്തരത്തിൽ ഏതാണ് ഈസിയസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് പൊസിഷനാണ്. ഏതാണ്? സോ ഫ്ലാറ്റ് പൊസിഷൻ ഈസ് ദ ഈസിയസ്റ്റ് അല്ലേ? ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ പറയുന്ന പൊസിഷൻ ഏതൊക്കെയാണ്? ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാൻഡ് വെൽഡിങ്. അപ്പം മറ്റൊരു പേരാണ് ഈ ഫ്ലാറ്റ് പൊസിഷൻ്റെ മറ്റൊരു പേരാണ് ഡൗൺ ഹാൻഡ് വെൽഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ഡൗൺ ഹാൻഡ് വെൽഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാൻഡ് വെൽഡിങ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് പൊസിഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രൂവ് വെൽഡ് തന്നിട്ടുണ്ട്. സോ ജി എന്ന് നമുക്ക് പറയുന്നത് ഗ്രൂവാണ് ഉദ്ദേശിക്കുന്നത്. എഫ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഫില്ലറ്റ് ആയിരിക്കും. സോ ഇവിടെ ജി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രൂവാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് ഇവിടെ ഏത് ടൈപ്പ് ജോയിൻ്റ് ആണ് തന്നിരിക്കുന്നത്? ഒരു ബഡ് ജോയിൻ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഒരു ബഡ് ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് പൊസിഷനാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് പൊസിഷന് മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ വെൽഡിങ്ങിൻ്റെ ഒരു ആക്സസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ വെൽഡ് ആക്സസ് എന്ന് പറയുന്നത്. വെൽഡ് ആക്സസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പ്ലേറ്റിനും എന്തുണ്ടാവും? ഒരു ആക്സസ് ഉണ്ടാവും അല്ലേ? അത് രണ്ടും എന്താണ്? പാരലാണ് അല്ലേ? ആ ഒരു രണ്ടും പാരലായിട്ട് കിടക്കുന്നുണ്ടാവുക. എന്നാൽ ഇതിലേക്ക് നോക്കുക, 2G അല്ലെങ്കിൽ 2G പൊസിഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷൻ നോക്കുക. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഫ്ലാറ്റ് പൊസിഷൻ, ഹൊറിസോണ്ടൽ പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷൻ, ഓവർ ഹെഡ് പൊസിഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ആ ഒരു പൊസിഷൻ നോക്കുക. ദാറ്റ് ഈസ് 1G, 2G, 3G ആൻഡ് 4G. ഇത് ഗ്രൂവ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ G വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, ഗ്രൂവ് ആയതുകൊണ്ടാണ് നമ്മൾ G വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഫ്ലാറ്റ് പൊസിഷനകത്ത് ആ ഒരു വെൽഡിങ്ങിൻ്റെ ആ ഒരു ആക്സസും അതോടൊപ്പം തന്നെ ആ ഒരു പ്ലേറ്റിൻ്റെ ആക്സസും എങ്ങനെയായിരിക്കും? പാരലായിരിക്കും. എന്നാൽ ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? വെൽഡിൻ്റെ ആക്സസ് ഹൊറിസോണ്ടലായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു നമ്മളുടെ പ്ലേറ്റിൻ്റെ ആക്സസ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. വെർട്ടിക്കൽ പൊസിഷനിൽ രണ്ടും പെർപെൻഡിക്കുലർ തന്നെയാണ്, വെർട്ടിക്കൽ പൊസിഷൻ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓവർ ഹെഡിൽ എങ്ങനെയാണ് പ്രത്യേകത? നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ ജസ്റ്റ് തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് വെച്ച് താഴേക്ക് വെക്കുമ്പോൾ എന്താണ്? അത് ഓവർ ഹെഡ് പൊസിഷനിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ വെൽഡ് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു പോർഷൻ വെൽഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഏറ്റവും പാടായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓവർ ഹെഡ് പൊസിഷനാണ്. ഏതാണ് ഏറ്റവും പാടായിട്ടുള്ളത്? ഓവർ ഹെഡ് പൊസിഷനാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഫ്ലാറ്റ് പൊസിഷനാണ്. ഓക്കെ, ഒരു ബേസിക് ഐഡിയ ക്ലിയർ ആണ്, ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ചോദ്യം ഇതാണ്. എ ഡബിൾ കട്ട് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഏത് മെറ്റീരിയലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹാർഡ് ബോർഡ്, ഓപ്ഷൻ ബി സ്റ്റീൽ, ഓപ്ഷൻ സി ലെതർ, ഓപ്ഷൻ ഡി സോഫ്റ്റ് വുഡ്.
ഓക്കെ, അപ്പം ഡബിൾ കട്ട് ഫയൽ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാറ്, ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യാറ്? ദാറ്റ് ഈസ് സ്റ്റീലിനാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് സ്റ്റീലിനാണ് നമ്മൾ സാധാരണ എന്ത് ഡബിൾ കട്ട് ഫയൽസ് യൂസ് ചെയ്യാറ്. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഫയൽസ് അവൈലബിൾ ആണ്. സിംഗിൾ കട്ട് ഫയലും ഉണ്ട്, ഡബിൾ കട്ട് ഫയലും ഉണ്ട്. സിംഗിൾ കട്ട് ഫയലിനകത്ത് എന്തായിരിക്കും, ഒരു 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 പർട്ടിക്കുലർ റോ ഓഫ് ടീത്തേ ഉണ്ടാവുള്ളൂ. അതെന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിളിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. വളരെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള അലൂമിനിയം, മൈൽഡ് സ്റ്റീൽ, ബ്രാസ്, ബ്രോൺസ്, കോപ്പർ അത്തരത്തിലുള്ള സോഫ്റ്റ് മെറ്റീരിയൽസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ സിംഗിൾ കട്ട് ഫയൽസ് യൂസ് ചെയ്യാറ്. ഡബിൾ കട്ട് ഫയൽസ് യൂസ് ചെയ്യുന്നത് അവിടെ നമുക്കറിയാം രണ്ട് കട്ടുണ്ടാവും അല്ലേ. ഒന്നെന്ന് പറയുന്നത് എന്താണ്, രണ്ട് റോ ഓഫ് ടീത്ത്, അതായത് ഡയഗണലായിട്ട് രണ്ട് റോ ഓഫ് ടീത്തുകൾ ഇങ്ങനെ ഡയഗണലി പ്ലേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിൻ്റെ ഫസ്റ്റ് റോ ഓഫ് ടീത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ കട്ട് എന്നും. ഫസ്റ്റ് റോ ഓവർ കട്ട് ദാറ്റ് ഈസ് 70 ഡിഗ്രി. സെക്കൻഡ് റോനെ വിളിക്കുന്ന പേരാണ് എന്ത്, അപ്പ് കട്ട് എന്ന് പറയുന്നത്. അപ്പ് കട്ടിൻ്റെ എത്രയായിരിക്കും, 51 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. സോ ആ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതെന്ന് പറയുന്നത് 70 ഡിഗ്രി. ദെൻ അതിന് ഡയഗണലായിട്ട് മറ്റൊരു ടീത്ത് പോകുന്നുണ്ട്, ഇങ്ങനെ ടീത്ത് പോകുന്നുണ്ടല്ലോ. സോ ഇത്തരത്തിലുള്ള ടീത്തിനെ നമുക്ക് അപ്പ് കട്ട് എന്ന് പറയും, 51 ഡിഗ്രി. ഓക്കെ, സോ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് ഈ പറയുന്ന ഡബിൾ കട്ട് യൂസ് ചെയ്യുന്ന എവിടെ ആയിരിക്കും, ദാറ്റ് ഈസ് ഹാർഡർ മെറ്റീരിയൽ. ഓക്കെ, സ്റ്റീൽ അങ്ങനെയുള്ള ഹാർഡർ മെറ്റീരിയൽ, അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ദ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ ഗ്രേഡ് ബ്രിക്ക്. മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ ഗ്രേഡ് ബ്രിക്ക്. ഓക്കെ, നമുക്കറിയാം ഓരോ ബ്രിക്കിനും നമ്മൾ ഗ്രേഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. നോർമൽ സ്റ്റാൻഡേർഡ് ബ്രിക്ക്, എ ഗ്രേഡ് ബ്രിക്ക്, അതുപോലെ തന്നെ എ ഗ്രേഡ് ബ്രിക്ക്, അങ്ങനെ ഡബിൾ എ ഗ്രേഡ് ബ്രിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന എ ഗ്രേഡ് ബ്രിക്കിന് അതിൻ്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് എ 7 to 14 Nm/mm², ബി എന്ന് പറഞ്ഞാൽ എബോവ് 14 Nm/mm², ഓപ്ഷൻ സി 3.5 to 5 Nm/mm², ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫോർ എ ഗ്രേഡ് ബ്രിക്ക് എന്ന് പറയുന്നത് 7 to 14 Nm/mm² ആണ്. 7 to 14 Nm/mm² ആണ് എ ഗ്രേഡ് ബ്രിക്കിൻ്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഓരോന്നിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. As per the BIS, the crushing strength for minimum crushing strength of a brick, ഒരു മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3.5 Nm/mm² ആയിരിക്കും. ഒരു മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3.5 Nm/mm² ആയിരിക്കും. എന്നാൽ ഗ്രേഡ് എ ബ്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് എ ബ്രിക്ക് എന്ന് പറയുന്നത് 7 to 14, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 to 14 Nm/mm² ആണ്. അതോടൊപ്പം തന്നെ ഗ്രേഡ് എ ബ്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് BIS സ്റ്റാൻഡേർഡ് പ്രകാരം എ ബ്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എബോവ് 14 ആണ്. അപ്പോൾ മിനിമം 3.5 ഉണ്ടാവും. ദെൻ എ ഗ്രേഡ് ബ്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 7 to 14, എ ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ 14 എബോവ് Nm/mm². ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ലൈൻ വിച്ച് കണ്ടെയ്ൻസ് മെയിൻലി കാൽഷ്യം ഓക്സൈഡ് ആൻഡ് ഈസ് കേപ്പബിൾ ഓഫ് സ്ലേക്കിംഗ് വിത്ത് വാട്ടർ ഈസ്. അപ്പം നമുക്കറിയാം ലൈമിൻ വിച്ച് കണ്ടെയ്ൻസ് മെയിൻലി എന്താണ്, കാൽഷ്യം ഓക്സൈഡ് ആണ് മെയിനായിട്ടുള്ളത്. ദാറ്റ് ഈസ് കേപ്പബിൾ സ്ലേക്കിംഗ് വിത്ത് വാട്ടർ, വാട്ടറുമായിട്ട് സ്ലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ക്വിക്ക് ലൈം, ഓപ്ഷൻ ബി ഫാറ്റ് ലൈം, ഓപ്ഷൻ സി പുവർ ലൈം, ഓപ്ഷൻ ഡി ഹൈഡ്രോളിക് ലൈം. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്വിക്ക് ലൈം ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഫാറ്റ് ലൈം ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് പുവർ ലൈം ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലൈം ആണ്. സോ ഇവിടെ ഉത്തരം വരുന്നത് ഏതായിരിക്കും, ഉത്തരം ഇതാണ്, ദാറ്റ് ഈസ് ഉത്തരം ക്വിക്ക് ലൈം ആണ് നമ്മളുടെ ആൻസറായിട്ട് വരിക, റൈറ്റ് ആൻസർ. അപ്പോൾ ക്വിക്ക് ലൈമിൻ്റെ പ്രത്യേകത എന്താണ്, ക്വിക്ക് ലൈം കൺസിസ്റ്റ് ഓഫ് മെയിൻലി കാൽഷ്യം ഓക്സൈഡ് ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സ്ലേക്കിംഗ് വിത്ത് വാട്ടർ അല്ലേ. വെള്ളമായിട്ട് സ്ലേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ഏതാണ്, ക്വിക്ക് ലൈം ആണ്. അപ്പം ബേസിക്കലി എന്താണ് ക്വിക്ക് ലൈം, ലൈം വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കാൽസിനേഷൻ ഓഫ് കമ്പാരിറ്റീവ്ലി പ്യുവർ ലൈംസ്റ്റോൺ ഈസ് നോൺ ആസ് ക്വിക്ക് ലൈം ഓർ കോസ്റ്റിക് ലൈം. അപ്പോൾ നമുക്ക് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്കറിയാം എന്താണ് അത്, ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ അത് നന്നായിട്ട് ചൂടാക്കുക, അതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ പ്യുവർ ലൈംസ്റ്റോണിനെ നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്, ക്വിക്ക് ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈം എന്ന് പറയുന്നത്.
സോ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സ്ലേക്കിംഗ് വിത്ത് വാട്ടർ ആൻഡ് ഹാസ് നോ അഫിനിറ്റി ഫോർ കാർബോണിക് ആസിഡ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ വെള്ളവുമായിട്ട് പെട്ടെന്ന് സ്ലേക്ക് ആവുന്നതാണ്, പക്ഷേ അതോടൊപ്പം തന്നെ കാർബോണിക് ആസിഡുമായിട്ട് വലിയ അഫിനിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ ഈസ് CaO, കാൽഷ്യം ഓക്സൈഡ്, ആൻഡ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് അഫിനിറ്റി ഫോർ മോയ്സ്ചർ. അപ്പോൾ മോയ്സ്ചറുമായിട്ട് പെട്ടെന്ന് ഒരു അഫിനിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാറുണ്ട്, ഒരു അഫിനിറ്റി ഉണ്ട്. ഇത് ബേസിക്കലി എന്താണ്, കാൽഷ്യം ഓക്സൈഡ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ 5 ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു 5 ചോദ്യവുമായി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, കാണും വരെ നന്ദി, നമസ്കാരം.